സ്കൂളിൽ ഒന്നോ രണ്ടോ കുട്ടികൾ ഇങ്ങനൊരു സ്വഭാവം കാണിച്ചാൽ അത് സാരമില്ല, സ്കൂളിൻ്റെ പേര് മോശമായി പോകും ഈ കുട്ടിയുടെ വിവരം പുറത്തറിഞ്ഞാൽ, അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം പുറത്ത് പറയണ്ട എന്ന നില ഒരു സ്കൂളും സ്വീകരിക്കാൻ പാടില്ല. ആ ഒന്നോ രണ്ടോ കുട്ടി എന്നത് പിന്നെ 10 20 അതിൻ്റെ ഗുണിതങ്ങളുമായി മാറും. അപ്പോൾ അതിനെ മുളയിൽ തന്നെ തടയാൻ സാധിക്കണം. കൃത്യമായി മനസ്സിലാക്കാൻ അധ്യാപകർക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ബന്ധം, കുട്ടിയും രക്ഷിതാക്കളും തമ്മിലുള്ള ബന്ധം, കുട്ടിയും അധ്യാപകരും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകണം. കുട്ടിയുടെ വരുന്ന ഭാവമാറ്റങ്ങൾ സൂക്ഷ്മമായി തിരിച്ചറിയാൻ ഇവർക്ക് സാധിക്കണം. ആ തരത്തിൽ ഗാഢമായ ബന്ധം കുട്ടിയുമായി ഉണ്ടാവണം. പെരുമാറ്റത്തിൽ വ്യതിയാനങ്ങൾ പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കും. അത് ഉൾക്കൊണ്ട് തടയുന്നതിനാവശ്യമായ, കൂടുതൽ ആപത്തിലേക്ക് വീഴുന്നത് തടയുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ രക്ഷിതാവിനും അധ്യാപകർക്കും കഴിയണം. അതോടൊപ്പം മാറിയ കാലമാണ്. അധ്യാപകൻ കുട്ടിയായിരുന്ന കാലമല്ല ഇത്. കാലത്തിന് വലിയ മാറ്റമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മാറിയ കാലത്തിൻ്റെ സൃഷ്ടിയാണ് ഈ കുട്ടി. അത് നമ്മൾ തിരിച്ചറിയണം. അത് ഉൾക്കൊണ്ടുകൊണ്ട് കുട്ടിയെ മനസ്സിലാക്കാൻ അധ്യാപകർക്ക് കഴിയണം. കുട്ടികളുടെ മനസ്സുകളെ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ള വിനിമയ രീതികൾ ആവിഷ്കരിക്കണം. അപ്പോൾ അധ്യാപക പരിശീലനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ആവശ്യമില്ലേ? പഴയ അതേ കാര്യങ്ങൾ തന്നെ പഠിച്ച് അധ്യാപകരായാൽ മതിയോ? പുതിയ കാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ വേണ്ടേ? അത് വളരെ പ്രധാനമാണ്. അതും പറയേണ്ടയാൾ ഞാനല്ല, അതുമായി ബന്ധപ്പെട്ട വിദഗ്ധരാണ്. അവർ ഗൗരവമായി ആലോചിക്കേണ്ട ഒരു വിഷയമാണ് എന്ന് മാത്രം പറഞ്ഞു പോകുന്നു.